ഉരുൾപൊട്ടലിനെയും മലവെള്ളപ്പാച്ചിലിനെയും തുടർന്ന് ജോസ് ഗിരി ഒറ്റപ്പെട്ട നിലയിൽ. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായത്. വീടുകൾക്കും കൃഷിക്കും വ്യാപക നാശമുണ്ടായി. വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ഹെക്ടർ കണക്കിന് സ്ഥലങ്ങൾ കുത്തിയൊലിച്ചു പോവുകയും ചെയ്തു. ജോസ് ഗിരിയിലെ മേത്തല റൂബി മാത്യു, കല്ലുങ്കിൽ മേഴ്സി തോമസ്, കല്ലൂർ റെജി, കുറ്റോത്ത് ബിജോയ്, പേരാട്ടുകുന്നേൽ വിജയകുമാർ, പേരാട്ടുകുന്നേൽ സുരേഷ് കുമാർ, പേരാട്ടുകുന്നേൽ ശശീന്ദ്രൻ, താണപ്പറമ്പിൽ മനോജ്, മത്തായി പുത്തൻപുര, പുതുവേലിൽ ബിജു തുടങ്ങിയവരുടെ വീടുകളും കൃഷിയിടങ്ങളുമാണ് നശിച്ചത്. താമ്പോറിൽ കാരക്കാട്ടിൽ രാജുവിൻ്റെ കൃഷിയിടവും ഉരുൾപൊട്ടലിൽ നശിച്ചു. രാജഗിരി ജോസ് ഗിരി റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതവും വൈദ്യുതി വിതരണവും പൂർണ്ണമായും തടസ്സപ്പെട്ടു. വൈദ്യുതി വിതരണം മുടങ്ങിയതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. നശിച്ച ഒട്ടുമിക്ക വീടുകളും താമസയോഗ്യമല്ലാതായി. പല വീടുകളും തകർച്ചാ ഭീഷണിയിലുമാണ്. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലും അയൽവാസികളുടെ വീടുകളിലുമാണ് അന്തിയുറങ്ങുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി നശിച്ചവരും കടുത്ത പ്രതിസന്ധിയിലാണ്.